കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഇഷ്ടപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വയനാട്. അതുപോലെ കേരളത്തിൻ്റെ പുറത്തു നിന്നും ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടം സന്ദർശിക്കാറുണ്ട്. നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇവിടുത്തെ പ്രധാന സീസൺ. ഇവിടുത്തെ കാലാവസ്ഥ ഏറ്റവും അനുയോജ്യമാവുന്നതും ഈ സീസണിലാണ്. ഒരുപാട് റിസോർട്ടുകളുണ്ട് വയനാടിൽ. ഇന്ത്യയിൽ തന്നെ ഇത്രയും റിസോർട്ടുകളുള്ള മറ്റൊരു ജില്ലയുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും മൈ ട്രിപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമസ്കാരം, ഞങ്ങൾ ഇന്നുള്ളത് വയനാട് അമ്പലവയലിലെ ഒരു റിസോർട്ടിലാണ്. വില്ലോ റിസോർട്ട് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ഇവിടെ നമ്മളിന്ന് താമസിക്കുന്നത് ഒരു സിംഗിൾ റൂം വില്ലയിലാണ്. 3 തരത്തിലുള്ള റൂമുകളാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സിംഗിൾ റൂം വില്ലയ്ക്ക് പുറമെ ഇവിടെ ഒരു ഡബിൾ റൂം വില്ലയും ഒരു സുപ്പീരിയർ വില്ലയും ലഭ്യമാകുന്നുണ്ട്. ഈ റിസോർട്ടിൽ ലഭ്യമാകുന്ന സൗകര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വ്ളോഗിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡിസംബറിൽ ഒരു ശനിയാഴ്ച ഉച്ചക്കാണ് ഞങ്ങൾ ഈ റിസോർട്ടിലെത്തുന്നത്. ഏകദേശം സമയം ഒരു 2 മണിയൊക്കെയാണ്. 2 ദിവസമായുള്ള വയനാടിലെ മഴ ഇന്നും തുടരുന്നുണ്ട്. ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം ഉച്ചക്ക് 1 മണിക്കും ചെക്ക് ഔട്ട് ടൈം ഉച്ചക്ക് 12 മണിക്കുമാണ്. വളരെ വിശാലമായ ഒരു എൻട്രൻസും ഒരു വലിയ പാർക്കിംഗ് സ്പേസും ഇതിൻ്റെ അകത്തുണ്ട്. ഒരു കാപ്പിത്തോട്ടത്തിൽ വലിയ വലിയ മരങ്ങൾക്കിടയിലുള്ള കുറേ കോട്ടേജുകളാണ് ഈ റിസോർട്ടിലുള്ളത്. അത്യാവശ്യം കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല ലക്ഷറി റൂമുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിസോർട്ടും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വ്ളോഗിൽ ഈ റിസോർട്ടിനെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരു 100 മീറ്റർ അകത്തേക്ക് പോയാൽ ഇതിൻ്റെ മെയിൻ ലോബിയിലെത്തും. എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഗ്രീനറിയുടെ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. വില്ലോ റിസോർട്ട് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. വയനാട് അമ്പലവയലിലാണ് ഈ റിസോർട്ട് ഉള്ളത്. കൽപ്പറ്റയിൽ നിന്ന് ഒരു ½ ആൻ അവർ ഡ്രൈവാണ്. റിസോർട്ടിൻ്റെ ലൊക്കേഷനും ഇതിൻ്റെ കോൺടാക്റ്റ് നമ്പറും ഒക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വൈഡായ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം റിസോർട്ടിൻ്റെ മെയിൻ ലോബിയിലേക്ക് എത്താൻ. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു റിസപ്ഷനാണ്. നല്ല സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അകത്തെ ലൈറ്റിങ്സും നല്ലൊരു ക്ലാസ് സ്റ്റൈൽ തന്നെയാണ്. ബില്ലിയാർഡ്സ് കളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വേറൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിവിടുത്തെ ഇൻഡോർ ഗെയിം ഏരിയ അല്ല, അതിന് സെപ്പറേറ്റ് ആയ മറ്റൊരു മുറിയുണ്ട്. അപ്പോൾ ഈ റിസപ്ഷന് സൈഡിലുള്ള ഇതുപോലുള്ള സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമ്മളെ റൂമിലേക്ക് പോകാൻ. റിസപ്ഷൻ്റെ നേരെ മുകളിലാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. പക്ഷെ നമ്മളിപ്പോൾ അവിടെ പോകുന്നില്ല, നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഫ്രീ ആയിട്ടാണ് പോകുന്നത്. നമ്മളെ ലഗേജൊക്കെ കാറിൽ തന്നെയുണ്ട്, അത് റൂമിൽ എത്തിക്കാമെന്ന് പറഞ്ഞു. റൂം നമ്പർ 401, അതാണ് നമ്മൾക്കിവിടെ കിട്ടിയ മുറി. ശരിക്കും കാപ്പിത്തോട്ടത്തിൻ്റെയും ഈ പൂക്കളുടെയൊക്കെ നടുവിൽ ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസമുണ്ട്. നമ്മളെടുത്ത ഈ മുറി ഇവിടുത്തെ സിംഗിൾ റൂം വില്ലയാണ്. 6000 രൂപയാണ് ചാർജ് വന്നത്. 2 പേർക്കാണ് ഈ ചാർജ്. എക്സ്ട്രാ പേഴ്സണ് എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും. ചാർജ് ഒരിക്കലും ഫിക്സ്ഡ് അല്ല, അത് സീസണിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ കയറി വരുന്നത് തന്നെ ഇവിടുത്തെ വിശാലമായ ലിവിംഗ് റൂമിലേക്കാണ്. കിച്ചൺ മാതിരി ഒരു ചെറിയ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂമും നല്ല ലക്ഷൂറിയസ് ആണ്, നല്ല സ്പേസ് ഉണ്ട്. ഫ്ലാറ്റ് സ്ക്രീൻ വൈഫൈ എനേബിൾഡ് ടെലിവിഷനാണ് ഇവിടെയുള്ളത്. റൂമിനൊരു ചെറിയ ബാൽക്കണി ഉണ്ട്. ഒരു കുഞ്ഞു ബാൽക്കണിയാണ്, അങ്ങനെ വലിയ വ്യൂ ഒന്നും പറയാനില്ല. നമ്മൾ നേരത്തെ എൻ്റർ ചെയ്യുമ്പോൾ കാണുന്ന ആ റോഡാണ് ഇപ്പോൾ ഇവിടെ താഴെ കാണുന്നത്. നമ്മളെ റൂമിൻ്റെ 2 സൈഡിലും മുളമരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ വില്ലയുടെ 2 ഭാഗത്തുമുള്ളത് ഡബിൾ റൂം വില്ലകളാണ്. പേര് പോലെ തന്നെ ഈ ഡബിൾ റൂം വില്ലയിൽ 2 ബെഡ്റൂമുകളുണ്ട്. 9000 രൂപയാണ് അവിടുത്തെ ചാർജ് വരുന്നത്. ഒരു വലിയ ഫാമിലിയായി വരുമ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റിയ വില്ലയാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ 2 പേരേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എൻട്രിയിൽ നിന്ന് മെയിൻ ലോബിയിൽ കയറാതെ നേരെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഇവിടുത്തെ സുപ്പീരിയർ വില്ലയിലേക്ക് എത്തുന്നത്. 10,000 രൂപ 2 പേർക്ക് ഇതിന് ചാർജ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും ഫിക്സ്ഡ് അല്ല, സീസണൽ വേരിയേഷൻസ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് മറ്റു വില്ലകളിൽ നിന്ന് സുപ്പീരിയർ വില്ല വ്യത്യസ്തമാകുന്നത് കാണാം. അതിശയിക്കേണ്ട, ഇതിന് ഒറ്റ മുറിയേ ഉള്ളൂ. ഇതിന് ഒരു ലിവിംഗ് റൂമില്ല. ഇവിടുത്തെ ലൈറ്റ് ഡെക്കറേഷൻസ് മറ്റുള്ള വില്ലകളെക്കാളും നല്ലതാണ്. വാൾ പെയിൻറ്റിംഗ് ഒക്കെ ആയിട്ട് ഒരു കോസി ഫീലുണ്ട്. അതുമാത്രമല്ല ഈ റൂമിനെ വ്യത്യസ്തമാക്കുന്നത്. അതിമനോഹരമാണ് ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. വലിയ ഒരു വുഡ്സിലേക്കൊക്കെ നോക്കുന്നത് പോലെ.
രാവിലെ മഞ്ഞ് വീഴുമ്പോൾ നല്ല ഭംഗിയുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കെന്തോ കൂടുതൽ ഇഷ്ടമായത് ഞങ്ങൾ താമസിക്കുന്ന ആ സിംഗിൾ റൂം വില്ല തന്നെയാണ്. ആൻഡ് ദിസ് ഓപ്ഷൻ ഈസ് വെരി കൺഫ്യൂസിങ്. നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതാണ് ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്ക്. ഞങ്ങളുടെ റൂമിൻ്റെ നേരെ മുകൾ ഭാഗത്തായി വരും. മഴ ഒന്ന് നിർത്തിയ ഏതോ ഒരു സമയത്ത് എൻ്റെ മോളൂട്ടിക്ക് കുറച്ച് കളിക്കാൻ പറ്റി. അതിൻ്റെ സൈഡിലായിട്ട് നേരെ പോയാൽ ഇവിടുത്തെ ഷട്ടിൽ കോർട്ട്. ചുറ്റും നല്ല കാപ്പിത്തോട്ടവും നല്ല പ്രകൃതി ഭംഗിയാണ്. ഷട്ടിൽ കോർട്ടിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ സ്പേസിലാണ് രാത്രി ഇവിടെ ക്യാമ്പ് ഫയർ ഒരുക്കുന്നത്. ക്യാമ്പ് ഫയർ എക്സ്ട്രാ ചാർജബിൾ ആണ്. അത് നമ്മുടെ റൂമിൻ്റെ പാക്കേജിൽ ഇൻക്ലൂഡ് അല്ല. ഇവിടുന്ന് നേരെ നോക്കിയാൽ താഴെ റെസ്റ്റോറൻറ്റ് സൈഡിലായിട്ട് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ കാണാം. അത് കണ്ടപ്പോൾ മിഹിക പാർക്കൊക്കെ വിട്ടിട്ട് നേരെ അങ്ങോട്ടേക്ക് ഓടി. സ്വിമ്മിംഗ് പൂൾ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം. നല്ല സൂപ്പർ പൂളാണ്. ഇറ്റ്സ് ആൾസോ വെരി ബിഗ്. താഴെ വുഡ്സിലേക്ക് ഒരു ആംഗിൾ വ്യൂവും കിട്ടുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സെപ്പറേറ്റ് ഏരിയ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ട്. നല്ല തണുപ്പാണ്. പിന്നെ കുറേശ്ശെ മഴ ചാറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പൂളിൽ ഇറങ്ങുന്നില്ലെന്ന് തീരുമാനിച്ചു. പൂളിൻ്റെ സൈഡിലായിട്ട് സ്നാക്സൊക്കെ കഴിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അതിൻ്റെ സൈഡിലേക്ക് കൂടിയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. റെസ്റ്റോറൻറ്റിന് 2 എൻട്രി ഉണ്ട്. നേരത്തെ കാണിച്ച ആ ഫ്രണ്ട് സൈഡിലേക്ക് കൂടിയും നമുക്ക് വരാം. ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട് പുറത്തെ ഫോറസ്റ്റിലേക്ക്. നല്ല ഒരു ആംബിയൻസ് ഉണ്ടാക്കുന്ന ലൈറ്റിങ്സ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈവനിങ് ടൈമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്ലേറ്റ് ചിക്കൻ സമൂസയാണ് എടുത്തത്. ഇറ്റ് വാസ് ഓക്കെ. അങ്ങനെ വലിയൊരു സംഭവം ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് ദ ഓവറോൾ റെസ്റ്റോറൻറ്റ് ആംബിയൻസ് നല്ല ഭംഗിയുണ്ട്. വളരെ ക്ലീനാണ്. വാഷ്റൂം ആണെങ്കിലും സിറ്റിംഗ് ഏരിയ ആണെങ്കിലും നല്ല ക്ലീനാണ്. അതിനുശേഷം നമ്മൾ ഗെയിം ഏരിയയിൽ പോയിട്ട് കുറച്ച് കളിച്ചു. എല്ലാ ഐറ്റംസും നീറ്റ്ലി മെയിൻറ്റെയിൻഡ് ആണ്. ക്യാരംസ് എല്ലാം നല്ല സ്മൂത്ത് ആയിരുന്നു. ഞങ്ങളെ മോക്കും ഞങ്ങൾക്കുമെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സോക്കർ ഗെയിമാണ്. ആക്ച്വലി ഈവനിങ് കുറച്ച് സമയം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. ഫൈനലി വി ഹാഡ് എ ടേസ്റ്റ് ഓഫ് ക്യാരംസ്. ഇറ്റ് വാസ് വെരി സ്മൂത്ത്. പിന്നെ താഴെ മെയിൻ ലോബിയിൽ പോയിട്ട് കുറച്ച് സമയം ബില്ലിയാർഡ്സ് കളിക്കാൻ ശ്രമിച്ചു. അങ്ങനെ 8:30 ഡിന്നർ കഴിക്കുമ്പോൾ. ഫുഡൊക്കെ എന്തായാലും 1 മണിക്കൂർ മുന്നേ ഓർഡർ ചെയ്യണം. രാവിലത്തെ ടൈമാണ് ബെസ്റ്റ് ടൈം. നല്ല മഞ്ഞും പിന്നെ ആ കാടിലേക്കുള്ള വ്യൂ എല്ലാം നല്ല രസമുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ, നമ്മൾ വന്നതിൻ്റെ അടുത്ത ദിവസം മോർണിംഗ് 7:30 ആണ്. ഒരു ചാറ്റൽ മഴയും നല്ല ഫോഗൊക്കെ ഉണ്ട്. പിന്നെ ത്രൂ ഔട്ട് പക്ഷികളുടെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പൂളിലൊക്കെ ഒന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല മഴയും തണുപ്പും ഇന്നലെയും പറ്റിയില്ല. ഇന്നും രാവിലെ നോക്കുമ്പോഴും നല്ല മഴ. എന്തായാലും ഇത് പോകുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ 12 മണി വരെ ചെക്കൗട്ട് ടൈം ഉണ്ട്. ഒരു 10 മണിയാകുമ്പോഴേക്കും മഴ പോകുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ 2 ദിവസമായിട്ട് വയനാട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് മഴയാണ്. മഴ കാരണം ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും നടന്നിരുന്നില്ല ഇന്നലെ. ഇന്നും അത് തന്നെയാണ് അവസ്ഥ. ചിലരൊക്കെ ഇവിടെ ഷട്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾക്കുള്ള കംപ്ലീറ്റ് എൻജോയ്മെൻറ്റ് പോയി. പക്ഷേ ഇൻഡോർ ഗെയിംസ് നമ്മൾ കളിച്ചിരുന്നു കേട്ടോ. ഇൻഡോർ ഗെയിംസിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. മോർണിംഗ് തന്നെ ഞാൻ പുറത്ത് പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പുറത്ത് പോകുമ്പോൾ വൈഫും കുഞ്ഞുമോളും നല്ല ഉറക്കമായിരുന്നു. ഇനിയിപ്പോൾ പോയിട്ട് നോക്കണം അവർ എണീറ്റോന്ന്. പുറത്ത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നല്ല മഴയാണ്. പക്ഷേ 8:30 റെസ്റ്റോറൻറ്റ് ഓപ്പണായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നല്ല ഉറക്കാണെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് മോളു. ഗുഡ് മോർണിംഗ്. എണീക്ക് എണീക്ക് എണീക്ക്. എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്. ഗുഡ് മോർണിംഗ്. ഈ രാവിലെയാ? കാർട്ടൂണൊന്നുമില്ല. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണ്ടേ. 8:30 ആയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ റെസ്റ്റോറൻറ്റിൽ പോയിട്ട്. ഓക്കെ. അങ്ങനെ ഏകദേശം 9 മണിയായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ബുഫേ ആണ്. അപ്പോൾ നമ്മൾ ഏതാ വേണ്ടതെന്ന് വെച്ച് തിരഞ്ഞെടുക്കണം. കുഞ്ഞോളൂ എന്താ കഴിക്കുന്നത്?
ചോക്കോസ്. എന്ത് രസമുണ്ട് ഇങ്ങനെ മറ്റേ വെള്ളത്തിൽ മുങ്ങൂലേ നമ്മ. അവസാനം നമ്മൾക്ക് ഇറങ്ങാൻ പറ്റി കേട്ടോ. ഏകദേശം രാവിലെ 10:30 കാണും. ഞങ്ങളൊരു അരമണിക്കൂർ ആ വെള്ളത്തിലങ്ങ് അടിച്ച് പൊളിച്ചു. വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. മോൾക്ക് വെള്ളത്തിലിറങ്ങാൻ നല്ല പേടിയായിരുന്നു. ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വ്ളോഗുമായിട്ട് ഇനി അടുത്ത തവണ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം മൈ ട്രിപ്സ്.